കറക്റ്റ് ഡാൻഡ്രഫിനും സ്കാൽപ്പ് ആൻഡ് ഹെയർ പ്രൊട്ടക്ഷൻ കവറിങ് കൊടുക്കാനും സ്കാൽപ്പ് ഇറിറ്റേറ്റഡ് ആയെന്നതിനെ കുറയ്ക്കാൻ നമുക്കൊരു ഹോം റെമഡീസ് കൊടുക്കാം. അത് ഫേസ് കൂടെ കണ്ണിൻ്റെ ഇങ്ങനെ വേണം റൊട്ടേറ്റ് കൊടുക്കുക. ഇവിടുന്ന് ഈ ഒരു പോർഷൻ ഇവിടെ ഫിനിഷിങ് തിരിച്ച് നമ്മൾ എപ്പോഴും സൗകര്യത്തിന് ചെയ്യുന്നത് ഇത് കണ്ണിന് ഇടുമ്പോൾ വരും. പക്ഷേ ഇത് വേണം. ഇപ്പം എന്നെ കാണാൻ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് ഒരു നോർമൽ ഫേഷ്യലാണ്. അത് ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ ഒന്നുമില്ല. നമുക്കൊരു ആൻറ്റി ഓക്സിഡൻറ്റ് സ്കിന്നിൽ കിട്ടണം ആ ഒരു രീതിയിൽ നമ്മളൊരു ഫേസ് പാക്ക് ആക്കാം. അതല്ലെങ്കിൽ ഒരു നോർമൽ ഒരു റിലാക്സ് ഫേഷ്യൽ സ്വന്തമായിട്ട് നമുക്ക് ഹോം കെയർ ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എന്തെങ്കിലും ഡാൻഡ്രൂഫ് വന്നിട്ട് അത് നമുക്ക് സ്കാൽപ്പിലും കൊടുക്കാം, ഫേസിലും കൊടുക്കാം. ഡാൻഡ്രൂഫ് നമുക്ക് സ്കാൽപ്പിൽ വന്നാൽ തീർച്ചയായിട്ടും കൂടുതലുണ്ടെങ്കിൽ അത് ചെവിപ്പുറകിലെ കഴുത്ത്, ഈ ഒരു ഫോർഹെഡ്, അങ്ങനെ നമുക്ക് ഫേസിൽ ഫുള്ള് നമുക്കത് വരും. ആ ഡാൻഡ്രൂഫാണ് നമുക്ക് സ്കിൻ അലർജി ആയിട്ട് പിന്നീട് കൂടുതൽ ഉള്ളവർക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെ കൂടുതലും ഞാനിത് ഉദ്ദേശിക്കുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്നവരെ ഹോം റെമഡീസ് ആയിട്ട് എന്താണ് ചെയ്യേണ്ട ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത്. ഇങ്ങനെ ഒത്തിരി ക്ലയൻറ്റ് വന്ന് ഹൈഡ്രാ ഫേഷ്യൽ എനിക്ക് നന്നായിട്ട് പോകുന്ന ഒരു ഷോപ്പാണ് ക്ലിയോപാട്ര ബ്യൂട്ടി സലൂൺ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ കോട്ടയം. അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമർ കൂടുതലും ഈ ഒരു പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഇതെല്ലാം ചെയ്തിട്ട് അതിന് മുന്നേ നമ്മൾ ഡാൻഡ്രഫ് ചെക്ക് ചെയ്തിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് ചെയ്ത് പോകുന്നവർ പിന്നെ നെക്സ്റ്റ് ഒരു വർഷം അല്ലെങ്കിൽ 2 years കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ ഇത് ചെയ്യുന്നു. പിന്നെ എന്താണ് നമുക്ക് കറക്റ്റ് ഡാൻഡ്രഫിനും സ്കാൽപ്പ് ആൻഡ് ഹെയർ പ്രൊട്ടക്ഷൻ കവറിങ് കൊടുക്കാനും സ്കാൽപ്പ് ഇറിറ്റേറ്റഡ് ആയെന്നതിനെ കുറയ്ക്കാൻ നമുക്കൊരു ഹോം റെമഡീസ് കൊടുക്കാം. അത് ഫേസ് കൂടെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നീമും റൈസും കൂടെ മിക്സ് ചെയ്ത് അരച്ച് ഇല പറിച്ചിട്ട് അരച്ച് വെച്ചതാണിത്. ഇത് പാലാണ്. എൻ്റെ നോർമൽ ക്ലെൻസിങ് ഏജൻറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റൈസ് മാത്രം അരച്ചത്. ഇവിടെ സ്ക്രബിങ് ഏജൻറ്റായിട്ട് വെച്ചിരിക്കുന്നത്, അതായത് സ്ഥിരം സ്ക്രബ് ചെയ്ത് എക്സ്ഫോളിയേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കിന്നിന് നമുക്ക് ഈ ഒരു പൗഡർ, അത്രയും ഫൈൻ പൗഡർ, നമുക്ക് തീരെ ഫൈൻ പൗഡറായിട്ട് നമുക്കിത് വെച്ചിരിക്കുന്നത് റാഗി പൗഡറാണ്. അപ്പോൾ അത് നല്ല ഡെഡ് സ്കിൻ ഉള്ളവർക്ക് മാത്രം അത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ചോറും കുറച്ച് പച്ചരിയും കൂടെ മിക്സ് ചെയ്ത് മിക്സിയിൽ അരച്ചെടുത്ത് സ്ക്രബിങ് കൊടുത്താലും മതി. കാരണം ഒരുപാട് എക്സ്ഫോളിയേഷൻ സ്കിന്നിന് നല്ലതല്ല. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ പാല്, ഒരുപാട് ഓയിലി സ്കിൻ ഉള്ളവർക്ക് പാല് കൊടുക്കാൻ മടിയാണ് എങ്കിൽ ഈ ചോറ് നമുക്ക് ആഡ് ചെയ്യാം. അതാണ് രണ്ടും വെച്ചിരിക്കുന്നത്. ഈ റൈസ് വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം. കൂടാതെ കുറച്ച് കുക്കമ്പർ കൂടെ. കാരണം സ്കിന്നിൻ്റെ pH ബാലൻസ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിലി സ്കിൻ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കൊടുക്കാം. നമുക്ക് എക്സ്ട്രാ ഒരു ഐ പാക്കായിട്ട് ഇതിനെ എടുക്കാം. കുറച്ച് റൈസ് എടുത്തത്, അതായത് ചോറ്, വൈറ്റ് റൈസ് ആകാം, ബ്രൗൺ റൈസ് ആകാം, അരച്ചത് കൊണ്ടാണ് ഞാൻ ക്ലെൻസ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ മോന് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഫേഷ്യൽ നമ്മൾ ബീട്രൂട്ടൊക്കെ വെച്ച് ചെയ്തത്. അതുകൊണ്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. നമുക്കറിയാലോ, ഹോം റെമഡീസ് ചെയ്യുമ്പോൾ ഡെയിലി റുട്ടീനിൽ നമ്മൾ ചെയ്യണം, അതല്ലെങ്കിൽ അതിൻ്റെ ഫലം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പം അത്രയും ആയതുകൊണ്ട് എക്സ്ഫോളിയേഷൻ ഞാൻ ഡബിൾ സ്ക്രബാണ് അന്ന് ചെയ്തത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചോറ് കൊണ്ട് തന്നെ ക്ലെൻസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫേസ് ഒന്ന് റബ്ബ് ചെയ്ത് വരുമ്പോൾ തന്നെ സ്കിൻ പോസ് ഓപ്പൺ ആകും. ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്കിത് മതി. കണ്ണിൻ്റെ ഇങ്ങനെ വേണം റൊട്ടേറ്റ് കൊടുക്കുക. ഇവിടുന്ന് ഈ ഒരു പോർഷൻ ഇവിടെ ഫിനിഷിങ് തിരിച്ച് നമ്മൾ എപ്പോഴും സൗകര്യത്തിന് ചെയ്യുന്നത് ഇത് കണ്ണിന് ഇടുമ്പോൾ വരും. പക്ഷേ ഇത് വേണം ചെയ്യാൻ. ഈ ഒരു സർക്കിളാണ് കൊടുക്കേണ്ടത്. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഞാൻ സ്ക്രബിങ് ചെയ്യട്ടെ ഒരു 5 minutes. ഇതിപ്പം റൈസ് ആയതുകൊണ്ട് നമുക്ക് 5 to 7 minutes സ്ക്രബ് ചെയ്യാം. ക്ലെൻസ് ചെയ്യാം. കുക്കുംബറിൻ്റെ ടോണർ ആപ്ലിക്കേഷനാണ്. റാഗി പൗഡർ മില്ലിൽ പൊടിച്ച റാഗിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു അട റെസിപ്പി ചെയ്തിരുന്നു. ആ പൗഡറാണ്. അതുകൊണ്ട് അതിനകത്ത് അത് വറുത്തിട്ട് ഒന്നുമില്ല. ആ ഫ്രഷ് റാഗിയിൽ ഞാൻ ഈ അരച്ച ചോറ് ചേർത്തേക്കുവാണ്. ഇപ്പം നമ്മുടെ വീട്ടിലെ പെട്ടെന്ന് ശകലം ചോറ് അരയ്ക്കുക, റാഗി പൗഡർ ഉണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്യുക, ഇല്ല എങ്കിൽ പച്ചരിയിലാണെങ്കിലും മതി. മിക്സ് ചെയ്തു അതിനെ ഞാൻ ഒരു സ്ക്രബിങ് ഏജൻറ്റാക്കി. ഈ
ഇതിലോട്ട് നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് പൊട്ടിച്ച് വെച്ച് നമുക്ക് അതും വേണമെങ്കിൽ ഈ കൂടെ ആഡ് ചെയ്തു നമുക്ക് മസാജിങ്ങിന് കൊടുക്കാം. കൂടാതെ വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്കറിയാം വൈറ്റമിൻ ഇ കണ്ടന്റ് കൂടുതലുള്ളതാണ്. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇച്ചിങ് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കും. അതായത് എന്തെങ്കിലും ഈ സ്കാർസ് അങ്ങനെയൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് ഒരു മൈൽഡായിട്ട് നമ്മളിടുന്ന പൗഡറിൻ്റെ അളവിന് ഇച്ചിരി തരി കൂടുതലാണെങ്കിൽ റാഗിക്ക് ഇച്ചിരി തരി കൂടുതൽ എനിക്ക് തോന്നുന്നുണ്ട് റൈസിനെ കഴിഞ്ഞും. അതുകൊണ്ടാണ് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ടാബ്ലറ്റ് പൊട്ടിച്ച് വെച്ച് അത് നമുക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാവുന്നതാണ്. കാരണം അധികം സ്കിന്നിലേക്ക് അതിനെ ഒരു എന്താ പറയണ്ടേ, സ്കിന്നിനെ അധികം പോലേൽപ്പിക്കില്ല. എല്ലാവരുടെയും വിചാരം നല്ല തരി ഉള്ളത് കൊണ്ട് അങ്ങ് ചെയ്ത് നല്ല റഫായിട്ട് ആക്കിയാലാണ് സ്കിൻ വെളുക്കുന്നതെന്ന്. അങ്ങനെ നമുക്ക് ഷോപ്പിൽ വരുന്ന ഒരുപാട് തെറ്റായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും. ഇപ്പം തരിയായിട്ട് തോന്നുന്നുണ്ടോ അവന്? ചെറിയതല്ലേ? ഇപ്പോൾ ഒരു സ്കിന്നിന് കുഴപ്പമില്ലല്ലോ. അമ്മ പറഞ്ഞാൽ കേട്ടോ, ഞാനിപ്പം ഗൾഫിൽ വെച്ചാണ് നമ്മള് ഫേസ് വാഷും സ്ക്രബും യൂസ് ചെയ്ത ആരുമില്ലല്ലോ. ഞാൻ തന്നെ യൂസ് ചെയ്യാൻ തരാനാരുമില്ല. നമ്മളിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യും. പിന്നെ എന്താ വീക്കിലൊക്കെ സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല തരിയുള്ള നോക്കിയിട്ട് എടുക്കും. മോന്തക്കിട്ട് നല്ല വരയാ. അത് ഇങ്ങനെ നല്ല പ്രഷറിൽ നല്ല രീതിയിൽ ഇങ്ങനെ വരയ്ക്കും. എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ അതിലൊരു കാര്യമില്ല. നമ്മൾ അതിൽ വേണം ചകിരി എടുത്ത് മുഖത്ത് കേൾക്കുന്നത് പോലെ എന്താ പറയണ്ടത്, അങ്ങനെ ഒരിക്കലും സ്കിന്നിനെ ഇറിറ്റേറ്റഡ് ആക്കരുത്, ദ്രോഹിക്കരുത്. ഈ ഒരു രീതി വരുമ്പോൾ തന്നെ സ്ക്രബിങ് എക്സ്ഫോളിയേഷൻ എന്ന് പറയും. നമ്മുടെ ഡെഡ് സെൽസ് പതുക്കെ റിമൂവ് ആയിക്കോളും. അങ്ങനെ വരുമ്പോൾ ഡബിൾ സ്ക്രബ്, ഡബിൾ ക്ലെൻസിങ് ഒക്കെ നമ്മൾ ചെയ്യണമെന്ന് മാത്രം. ഇതാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പം ഡീപ്പായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ഹൈഡ്രാ ഫേഷ്യൽ. അത് നമുക്ക് ഡീപ്പ് എക്സ്ഫോളിയേഷൻ ആണ്. എന്തുകൊണ്ടാണ് നാച്ചുറൽ ഇതും മെഡിക്കേറ്റഡ് ഫേഷ്യൽ തമ്മിലുള്ള വ്യത്യാസം? നാച്ചുറൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിൻ്റെ എപ്പിഡെർമിസിൻ്റെ അകത്തേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ, എക്സ്ഫോളിയേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ മെഷീൻ വെച്ചിട്ട് ആകുമ്പോഴത്തേക്കും ഡീപ്പ് ലെയർ നമ്മുടെ സ്കിന്നിൻ്റെ ലെയറിലോട്ട് കയറി അകത്തുള്ള സെബം പ്രൊഡക്ഷൻ എന്തെങ്കിലും ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അതിനെ സക്ക് ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ എക്സ്ഫോളിയേഷൻ. പ്ലസ് ഓക്സിജീനിയക്കകത്ത് ക്യാപ്സിജൻ ഉണ്ട്. ക്യാപ്സിജൻ അതിന് പ്രത്യേക ജെല്ലുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ട്രൈപോളർ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴും നല്ലൊരു ഡീപ്പായിട്ടുള്ള എക്സ്ഫോളിയേഷനാണ് അത് നടക്കുന്നത്. അങ്ങനെയുള്ള സ്കിൻ സെലക്ട് ചെയ്ത ചില സ്കിന്നിനാണ് ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളത് നമ്മൾ സ്കിൻ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അടുത്ത ഓരോ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നതാണ്. നല്ല തരിയുള്ളത് വെച്ച് നല്ല പോലെ, അതും ഡെയിലി സ്ക്രബിങ് ചെയ്യുന്നവരുണ്ട്. ഡെയിലി എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന ഒരു നേഴ്സാണ് കഴിഞ്ഞ ദിവസം ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ വന്നത്. ആള് വെളിയിലാണ്, എനിക്ക് റിവ്യൂ തന്നിട്ടുണ്ട്. കാരണം ഫേസ് വാഷ് എന്നും ചെയ്യും, അതും ഒരു എക്സ്ഫോളിയേഷനാണ്. അപ്പോൾ ഇപ്പം തന്നെ സ്കിൻ ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയില്ലേ, കൂളിംഗ് ഉണ്ട്. അത് നമ്മൾ നാച്ചുറലായിട്ട് എന്ത് കൊടുത്താലും കൂളിംഗ് നമുക്ക് തരും. ഇത് കുക്കമ്പറിൻ്റെ ഒക്കെ റൈസും കൂടെ വന്നില്ലേ. ചെയ്യുമ്പോൾ അറിയാണ്ട് ഒരു ദിവസം ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നിനക്കൊരു നല്ലൊരു ഫേഷ്യലൊക്കെ ചെയ്യാം. ഉറങ്ങിയില്ലേ? എത്രയോ നാൾ ടയർഡായിട്ട് ജോലിയൊക്കെ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രബിങ് എഫക്റ്റ് കഴിഞ്ഞ് ഇവിടെ നല്ല ടാൻ ഉണ്ടായിരുന്നു, അത് ഒത്തിരി കുറഞ്ഞു. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യിക്കാം. സാധാരണ സ്ക്രബ് നമുക്ക് റിമൂവ് ചെയ്യുന്ന പോലെ ചെയ്തില്ലെങ്കിൽ, കാരണം ഇതൊന്ന് വെയിറ്റ് ചെയ്യിച്ചിട്ട് 5 മിനിറ്റ്സ്. അപ്പോൾ ഇത് അബ്സോർബ് ആകുമ്പോൾ നമുക്ക് പാല് ഓറഞ്ച് ജ്യൂസ്, ആ ഓറഞ്ച് നേരെ കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് റബ്ബ് ചെയ്യാം. തക്കാളി കുഴപ്പമില്ലാത്തവർക്ക് അത് റബ്ബ് ചെയ്യാം, കാരണം ഇതിനെ വീണ്ടും മെൽറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, അതിൻ്റെ മേളിൽ തന്നെ നമ്മളൊരു ഫേഷ്യൽ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ദിവസം ഡീപ്പായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഒരു നീമിൻ്റെ തന്നെ ഫേസ് പാക്ക് ഇടാൻ പോവാണ്. കാരണം ഇച്ചിങ് ഇറിറ്റേറ്റഡ് ആയിട്ട് ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇനി ഫേഷ്യൽ ചെയ്ത് ക്ലിയർ ആക്കാൻ ഇനിയിപ്പം അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ ആദ്യമേ ഡാൻഡ്രഫിൻ്റെ നോക്കേണ്ടതായിരുന്നു, അത് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫേസിലേക്ക് ഞാനൊരു പാക്ക് കൊടുക്കാൻ പോവാം. ഇതാണ് ഞാൻ അരച്ചു വെച്ച പായ്ക്ക്. ഇതെങ്ങനെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം? എനിക്ക് ഫസ്റ്റ് മോൻ്റെ സ്കാൽപ്പ് കറക്റ്റ് ആക്കണമെന്നുണ്ട്, അതും കൂടെ ചെക്ക് ചെയ്തിട്ട്. കാരണം ഫേസിൽ തൊട്ടിട്ട് പിന്നെ സ്കാൽപ്പിലേക്ക് പോകണ്ടല്ലോ, അതുകൊണ്ട് കണ്ണ് നന്നായിട്ട് അടച്ചോണേ, തുറക്കല്ലേ.
ഇപ്പം ചെറിയ പൊടി പോലുണ്ട്, അത് ഈയിടെ ഷാമ്പു ചെയ്തെന്ന് പറഞ്ഞു, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഡാൻഡ്രൂഫ് അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ സ്കാൽപ്പിനെ ഇറിറ്റേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് പായ്ക്ക് നമ്മൾ ഇട്ടാലും, ഇത് നല്ല ഏതിട്ടാൽ പോലും, ഒരു താളി ഇടുന്നത് പോലും നമുക്ക് സ്കാൽപ്പിനെ ഒന്ന് ഒരു സർക്കുലേഷൻ കൊടുത്തൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം. അതിന് നമുക്കൊരു കോമ്പൗണ്ട് നമുക്കൊന്ന് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഒരു സർക്കുലേഷൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് മസാജ് ചെറിയ രീതിയിൽ ഒരു 5 to 10 മിനിറ്റ്സ് സംതിങ് ഒരു മസാജിങ് കൊടുക്കാം. നമുക്ക് അത് ലേഡീസിനും ജെൻസിനാണ്. ഇത് വേറൊന്നുമല്ല, നീമ് നന്നായിട്ട് ഒന്ന് അരച്ച് പിന്നെ ചോറുമായിട്ട് നല്ലപോലെ മിക്സിയിൽ അരച്ചാണ്, വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിനകത്തില്ല. സൈനസ് അങ്ങനെ ഉള്ളവർ ഇത് നമ്മൾ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ഒരു അപ്ലൈ ചെയ്യുക, ഒന്ന് മസാജ് ചെയ്യുക, അപ്പോഴേ വാഷ് ചെയ്തോണം. കാരണം ഈ ഒരു തണുപ്പ് കാലമാണ്, നമുക്ക് ഒരു തണുത്ത ഒരു ഹെന്ന പോലും ഇട്ട് അലർജി വരുന്നവരിപ്പം ഒരുപാട് പേര് സ്കാൽപ്പ് പ്രൊട്ടക്ഷൻ ഹെയർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. മെഷർമെൻറ്റ് എടുത്ത് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് സർവീസ്. കൺസൾട്ടിങ് എല്ലാം ഫ്രീ ആയിരിക്കും. ജലദോഷം ഇപ്പോഴത്തെ ക്ലൈമറ്റ് എല്ലാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ ഒരു പായ്ക്കിടാൻ. ക്ലൈമറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒക്കെ വേണം നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ. പിന്നെ ഈ നീമിൻ്റെ ഇലയൊക്കെ നമ്മൾ അത് വളരെ ക്ലിയർ ആയിട്ട് വൃത്തിയാക്കി, അതിനകത്തെ ചുക്കിലിയൊന്നും ഇല്ലാതെയും മറ്റുള്ള കീടങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി അങ്ങനെയൊക്കെ വളരെയധികം നമ്മൾ നോക്കി വൃത്തിയാക്കിയിട്ട് മാത്രം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഒരു തൊപ്പി വെച്ചല്ലേ, ഫേസ് ഒരു മാസ്ക് വെച്ച് നമുക്കൊരു വെയിറ്റ് ചെയ്തിട്ടൊരു ഇപ്പോൾ സ്കിന്നിനകത്തുനിന്ന് സർക്കുലേഷൻ വന്നിട്ട് സ്കിൻ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതെപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്കൊരു ബോഡി ചൂടാവും, അതുപോലെ സ്കാൽപ്പ് ചൂടാവും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ വന്ന് നമ്മുടെ എന്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഇട്ടാലും ഞാൻ പഠിച്ചിരിക്കുന്നത് ഒരു 3 മിനിറ്റ് അബ്സോർബേഷൻ മാത്രമാണ് നമുക്ക് സ്കിന്നിലോട്ട് കിട്ടുന്നതെന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പം ഏകദേശം 3 മിനിറ്റ്സ് പോരായിരിക്കും. ചൂട് സമയത്തൊക്കെ ആകുമ്പോഴും നമുക്ക് പെട്ടെന്നാവും. ഇപ്പോൾ ഒരു സമയത്ത് ആയതുകൊണ്ട് ഒരു 5 to 7 മിനിറ്റ്സ് എങ്കിലും ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കിത് പ്ലെയിൻ വാട്ടർ തന്നെ വാഷ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ ചെമ്പരത്തി ഷാമ്പു യൂസ് ചെയ്യാം. പിന്നെ വേണം എന്നുള്ളവർക്ക് ഷാമ്പു, മൈൽഡ് ഷാമ്പു മാത്രം യൂസ് ചെയ്യുക. ക്ലീൻ ഫില്ലിംഗ് ഫേഷ്യൽ ടിപ്സ് എന്താണ്? നമ്മളൊരു മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ഫിലിം കവറിങ് നമ്മൾ ടൈറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ആൻറ്റി ഏജിങ് ആണ്. അതായത് റിങ്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വലിച്ച് ഈ ഫിലിം ടൈറ്റ് ആക്കാനും, അതായത് സ്കിൻ ടൈറ്റ് സാഗിങ് ഉള്ളവർക്ക് ടൈറ്റ് ആക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ഫിലിം യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിങ് നമുക്ക് കവർ കൊണ്ട് നമുക്ക് സ്കിന്നിനെ വലിച്ച് ഇങ്ങനെ ടൈറ്റാക്കി നമ്മൾ മാസ്ക് ഇടുമ്പോൾ ടൈറ്റാക്കി നമുക്ക് കവർ ചെയ്ത് വലിച്ച് വെക്കാവുന്ന ഒരു ടിപ്സാണ്. നമുക്ക് നോസ് ഏരിയ മാത്രം ഒന്ന് ഓപ്പൺ ചെയ്യുക ഫിലിം കവറിങ്ങിൻ്റെ, എന്നിട്ട് ബാക്കി നമുക്ക് വലിച്ച് എവിടെയാണോ റിങ്കിൾസ് ഉള്ളത് അത് നമുക്ക് ഒരുപാട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അത്രയും സമയം മാസ്ക് ടൈറ്റായിട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഇട്ട നീമിൻ്റെ മാസ്ക് ഇട്ടു, അതിൻ്റെ പുറമെ നമ്മളൊരു ക്ലീൻ ഫിലിം മാസ്ക് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ആക്കുന്ന ഒരു ടിപ്സാണ്. സാഗിങ് സ്കിന്നിനെല്ലാം നല്ലതാണ്. ഇതൊരു 15 മിനിറ്റ്സ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ക്ലീൻ ഫിലിം മാറ്റുകയാണ്. സ്പാച്ചുല ഉണ്ടെങ്കിൽ നമുക്കിത് ഫുൾ കവർ ചെയ്ത് സോഫ്റ്റായിട്ട് എടുക്കാവുന്നതാണ്. കുക്കമ്പർ ഗ്രേറ്റ് ചെയ്ത് ഞാനൊരു ഗോസ് തുണി, അത് വലയുള്ള തുണി കിട്ടും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും. ആ ഗോസ് തുണിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ടോണർ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ടോണർ ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ ഇത് നമ്മൾ നാച്ചുറൽ ടോണർ അല്ലേ, ഒരുപാട് സമയം ഫേസിൽ പിന്നീട് യൂസ് ചെയ്ത് ഇരിക്കേണ്ട. അതുകൊണ്ട് എന്തെങ്കിലും ഇച്ചിങ് നമ്മൾ കണ്ണിൻ്റെ അവിടെയൊക്കെ ഒരു കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടോണർ ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പോൾ നമുക്കൊന്ന്
ഓൾറെഡി നമ്മൾ ഒരു ഗ്രീൻ പായ്ക്ക് കൊടുത്തപ്പം തന്നെ നല്ല ഒരു രസമായിരുന്നു സ്കിന്നിന്. എന്താ മോനെ? ഓ ഇത് കണ്ട അച്ഛ നല്ല സുന്ദരനായ നോക്കി. നമുക്ക് അമ്മയോട് ചോദിക്കാം കേട്ടോ, കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫിനിഷിങ് കഴിഞ്ഞു. ഇപ്പം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഫേസ് ക്ലിയർ ആയപ്പോൾ ഒരു ടോണർ, അത് ഏത് ടോണർ, എനി ടോണർ ആണെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്തു. ആ ഒരു ഞാനിപ്പം നമ്മളൊരു സിറം ടോണർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഷോപ്പിൽ, അതൊന്ന് അപ്ലൈ ചെയ്തു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ഒന്ന് എക്സ്പീരിയൻസ്മെൻറ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാം. വളരെ ഇതുണ്ടായിരുന്നു, ഫ്രഷ്നെസ്സും നല്ല ക്രീമൊക്കെ മാത്രം അപ്ലൈ ചെയ്തപ്പം നല്ല ഒരു കൂളും ഒരു റിലാക്സേഷനൊക്കെ ഫീൽ ചെയ്തു. ടോട്ടലി അടിപൊളി. ഓക്കെ, എല്ലാവർക്കും ഇത് നല്ലൊരു റിസൾട്ടായിട്ട് അല്ലേ, എല്ലാവർക്കും ഒരു കൊടുക്കാൻ എല്ലാവരും ടിപ്സ് ഉണ്ട് അല്ലേ. വീട്ടിൽ തന്നെ എല്ലാ ചെറിയ സാധനങ്ങളിലും ഉള്ളതല്ലേ, ആരും ഇല്ലാത്തതായിട്ട് ആരുമില്ല. മോനെ കിടന്ന് ഇങ്ങനെ ഇടുന്ന് വഴക്കുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അപ്പോൾ പിന്നെ കാണാം അല്ലേ അമ്മ? ഓക്കെ ഓക്കെ, താങ്ക് യു.